കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ ഇത് കളയാതെ അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിലനിൽപ്പുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ നിലയിലും രവീന്ദ്ര സംഗീതം മികച്ചതായിരുന്നില്ലേ? രവീന്ദ്രൻ മാഷ് വെറൈറ്റി ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പം അർദ്ധശാസ്ത്രീയമായിട്ടുള്ള പാട്ടുകൾ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരൻ പാടത്തില്ല. അത് വേണ്ട, ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷേ രവീന്ദ്രൻ മാഷ് ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ ഇച്ചിരി ക്ലാസിക്കലാണെങ്കിൽ പോലും ജനത്തിന് ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം അതുപോലെ അത് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ ആ ടച്ച് പോകാതെ, എന്നാൽ ഈ പറഞ്ഞ പോലെ തീരെ അങ്ങ് ഇപ്പോൾ 50കളിലെ പാട്ടുകൾ പോലെ ആകാതെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 60ലും 60ലും 70ലും 80ലും ഒക്കെ ഇറങ്ങിയിട്ടുള്ള മലയാളം പാട്ടുകളിൽ നല്ല പാട്ടുകൾ, ഈ പറഞ്ഞ തട്ടുപൊളിപ്പം പാട്ടുകൾ ഉണ്ടായിട്ടില്ലേ? ഇന്ന് പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് വെറും എന്താ പറയുക, ലിറിക്സ് പോലും വളരെ മോശമാണ്. ഇപ്പോൾ ചിക്കൻ ചില്ലി ഫ്രൈ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ട്. അന്നും മണിയാഞ്ചട്ടിയൊക്കെ അന്ന് ആ കാലത്ത് പാടിയിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. കാരണം പിന്നെ അരപ്പിരി ഇളകിയത് ആർക്കാണ്? നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു സത്തയുണ്ട്. എനിക്കെല്ലാം നിനക്കെല്ലാം എന്നൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ ടോണൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്തൊരു സത്തയുണ്ട്. ഇതിപ്പോൾ അതല്ല, എന്തൊക്കെയോ പറയുന്നു, നിന്നെ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്നതെല്ലാം ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള വളരെ കൊളോക്കിയലായിട്ട് പറയുന്നതാണോ എന്തോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എഴുത്തുമൊക്കെ വന്നപ്പോഴത്തേക്കും ഈ പാട്ടിൻ്റെ കൾച്ചർ മാറിപ്പോയി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ രവീന്ദ്ര മാഷ് പിന്നെ ഈ 80കളിൽ അല്ല 90കളിൽ ചെയ്ത പാട്ടുകളും കുറച്ച് 60കളിൽ ദേവരാം മാഷ് ചെയ്തിട്ടുള്ള പാട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലോ. അപ്പോൾ അതും കേൾക്കാൻ ഒരു സുഖമുണ്ട്. മാഷ് ചെയ്ത പാട്ടുള്ള പ്രമദവനം വീണ്ടും. അപ്പോൾ ആ കൾച്ചർ പോകാതെ തന്നെ അതിനകത്ത് നിൽപ്പുണ്ട്. മറ്റേതല്ല, ഈ നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള പാട്ടുകളാണ് പലപ്പോഴും വരുന്നത്. അത് നമ്മുടെ ഈ ചാനൽ ശ്രദ്ധിച്ചാൽ, യുവാക്കൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എടുത്ത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും നമുക്ക്. പക്ഷേ ജാസി ഗിഫ്റ്റിനെ പോലെ ആളുകളെ പെട്ടെന്ന് ജനം അപ്പം ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ജാസി ഗിഫ്റ്റ് വന്നു, അദ്ദേഹം പാടി, 2 വർഷം ആ പാട്ടിനെ പറ്റി കേട്ടു. ഇപ്പോൾ ആ പാട്ടിനെ പറ്റി ആരും പറയുന്നില്ല. കാരണം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പാടരുതെന്ന് വരെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ലജ്ജാവതി ഒന്നും ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ വ്യത്യാസം. ഞാൻ പറഞ്ഞ അതാണ്. പഴയ നമ്മുടേതായ ഒരു ട്രഡീഷണലുള്ള പാട്ടാണ് എന്നും നിൽക്കും. മറ്റേത് ആ ട്രെൻഡ് എപ്പോഴാണ് പോകുന്നോ അതോടുകൂടി തീർന്നു. അന്യഭാഷയിലുള്ള ഗാനങ്ങളിലേക്ക് താങ്കൾ ചൂടുമാറ്റം നടത്താത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കാസറ്റ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ തമിഴ് പാടിയിട്ടുണ്ട്, തെലുങ്ക് പാടിയിട്ടുണ്ട്, കന്നഡ പാടിയിട്ടുണ്ട്, ഹിന്ദി പാടിയിട്ടുണ്ട്. ഈ 4 ഭാഷയിൽ ഞാൻ പാടിയിട്ടുണ്ട്, മലയാളം അല്ലാതെ. അത് പക്ഷേ പാടിയിരിക്കുന്നത് ക്രിസ്ത്യൻ ഡിവോഷണലിന് ആണ് കൂടുതലും പാടിയിട്ടുള്ളത്. കാരണം തെലുങ്കിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ അച്ഛന്മാരൊക്കെ ഇവിടുന്ന് പോയിട്ട്, ക്രിസ്തീയ അച്ഛന്മാർ അവിടെ പോയിട്ട് കന്നഡയിലും തെലുങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ് പിന്നെ നമ്മുടെ തൊട്ടടുത്താണ്. ഹിന്ദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈദരാബാദ് ഭാഗത്തൊക്കെ ഹിന്ദിയും കൂടെ പറയുന്നവരാണ് പലരും. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന അച്ഛന്മാർ പലരും ഹിന്ദിയിൽ പാട്ടുകൾ എഴുതിയിട്ട് പാടിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ആൾക്കാർ വന്നിട്ടാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അല്ലാതെ തെലുങ്കരോ അല്ലെങ്കിൽ കന്നഡക്കാരോ തന്നെ ഇവിടെ വന്നിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്, അതിൻ്റെ ഉച്ചാരണം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷയിലൊക്കെ പാടിയിട്ടുണ്ട്, പാടാൻ പറ്റും. അറബി പാടിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അറിവുള്ളവർ വന്ന് പറഞ്ഞു തരുന്ന അനുസരിച്ച് നമ്മൾ പാടുകയാണ്. അപ്പോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ളൊരു മനസ്സും അതിനുള്ളൊരു എന്താ പറയുക സാഹചര്യവും എല്ലാം വേണം. അല്ല നമുക്ക് വഴങ്ങാത്തൊരു ഭാഷ അല്ലെങ്കിൽ നമുക്ക് വഴങ്ങാത്തൊരു സംഗീതം പെട്ടെന്ന്
കേട്ട ഉടനെ പാടുക എന്ന് പറയുന്നത് നടക്കത്തില്ല. അപ്പോൾ അത് ഇച്ചിരി സമയം എടുത്താലും നമുക്ക് അയാളെ കൊണ്ട് പാടിക്കാം, അയാളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ വരണം. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കാര്യങ്ങൾ അപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് TV കൂടെ. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും ഇവിടുത്തെ പാട്ടും ഇവിടുത്തെ സംഗീതമൊക്കെ ഇങ്ങനെ മാറിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതാണ് സംഗീതം, അതാണ് പാട്ടെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ യുവജനങ്ങൾ പോകുന്നതെങ്കിൽ ഇതൊക്കെ നൈമിഷികം മാത്രമേ ഉള്ളൂ. കാരണം ഈ ചെറുപ്രായത്തിൽ ഒരു 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും നമുക്ക് വലിയ ചിന്തകളില്ല. അപ്പോൾ എന്താണ് തട്ടിപ്പൊളിക്കാൻ അടിപൊളിക്കാൻ എന്താണ് കിട്ടുന്നത് അത് വെച്ച് നമ്മളിങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് 25 വയസ്സിൽ നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബസ്ഥനായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തം വരുമ്പോൾ നമുക്ക് ചിലപ്പം ഇതൊന്നും കേൾക്കാൻ സമയമില്ല എന്നുള്ള ഒരു രീതിയാവും. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പം എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ഒരു ബഹളമായി ഞാനില്ല, ബഹളമുള്ള സ്ഥലത്തോട് അങ്ങനെ നമ്മൾ ചിന്തിക്കും. അപ്പം ഇതൊക്കെ ഓരോ പ്രായത്തിൻ്റെയാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ള ബഹളം മാത്രമേ ഉള്ളൂ ഈ പാട്ടുകൾ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥിതിവിശേഷം. ആ പ്രായം കഴിഞ്ഞ് പോകുന്നതോടുകൂടി നമ്മളതിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള ലൈഫ് അത്രയേ ഉള്ളൂ. അതേസമയം എന്നും ഈ പറഞ്ഞാൽ നിൽക്കുന്ന രീതിയിലുള്ള പാട്ടുകളോ അല്ലെങ്കിൽ സംഗീതമായാലും ശരി, മറ്റ് ട്രഡീഷൻ ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി, അത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സംഗതികൾ തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് അനുഭവ പാഠങ്ങൾ ഉള്ള വ്യക്തിയാണ് താങ്കൾ. താങ്കളുടെ കുട്ടികളെ ഏത് മേഖലയിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു പാട്ടുകാരനാക്കണം അല്ലെങ്കിൽ പാട്ടുകാരിയാക്കണം എന്നാണോ താങ്കളുടെ ആഗ്രഹം? ഇപ്പോൾ എനിക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. മൂത്ത 2 ആൺപിള്ളേരാണ്. മോള് പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് മോള്. 3 പേരും എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പം മുതലേ സംഗീതത്തിൻ്റെ ഒരു അഭിരുചിയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ മൂത്ത മോന് 2-2.5 വയസ്സുള്ളപ്പോഴേ അവൻ ഞാൻ തന്നെ പാടിയ ഒരു പാട്ട്, അത് മിക്കവാറും എപ്പോഴും കാസറ്റ് വണ്ടിയിലുണ്ടായിരുന്നു. ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിന് ഏതാണ്ട് 18 വരിയുണ്ടത്. ഈ 18 വരിയും അവൻ ഞങ്ങളിവിടുന്ന് എൻ്റെ വൈഫ് ഹൗസ് കോട്ടയത്താണ്. അപ്പം എറണാകുളത്ത് നിന്ന് ഞാൻ കോട്ടയത്തിന് പോകുന്ന വഴിക്ക് ഈ കാറിൻ്റെ ഡാഷിൽ പിടിച്ചിങ്ങനെ നിന്ന് പാടുമായിരുന്നു. ആ 18 വരിയും ഫുള്ളായിട്ട് കാണാതെ പാടുമായിരുന്നു അവൻ, എൻ്റെ മൂത്ത മോൻ. അതേപോലെ രണ്ടാമത്തവൻ ഈ പറഞ്ഞാൽ ഒരു 2.5-3 വയസ്സുള്ളപ്പോൾ അവനും പാടുമായിരുന്നു. പക്ഷേ ആ സമയത്ത് വേറെ എന്തോ പാട്ടായിരുന്നു. അതുപോലെ മോക്കിപ്പം 6 വയസ്സായുള്ളൂ. അവൾക്കും ഒരു 2-3 വയസ്സുള്ളപ്പം ആ സമയത്ത് ഹിറ്റ് പാട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, അത് പാടുമായിരുന്നു. അപ്പം ആ ഒരു ടേസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പാട്ടുകാരനോ പാട്ടുകാരിയോ ആകണം എന്നില്ല. പിന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ പറഞ്ഞല്ലോ സംഗീതം ഇഷ്ടമായിരുന്നെങ്കിൽ കൂടി ആ രംഗത്തേക്ക് പോകാനായിട്ട് വിടാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നിപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. എനിക്കറിയാം എങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ ഒരു സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളിന് എന്ത് കിട്ടും, അല്ലെ അവൻ്റെ ജീവിതമാർഗം ഇതുകൊണ്ട് പോകുമോ എന്നൊക്കെ എനിക്ക് ഏകദേശം തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ടത് തടയത്തൊന്നുമില്ല. അതുകൊണ്ട് അവരെ ഒരു മൂത്ത മോനെ ഇപ്പോൾ ഞാൻ 7 വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് അവൻ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തവനും ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറുപ്രായത്തിൽ പഠിക്കാൻ പറ്റാഞ്ഞത് ഞാനിപ്പോൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ രംഗത്ത് അവർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നോട്ടെ. അതല്ല അക്കാഡമിക് ആയിട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ല, ഒരു തെറ്റില്ലാതൊക്കെ പഠിക്കുന്നുണ്ട്. 85-90% മാർക്കൊക്കെ വാങ്ങുന്നുണ്ട്. അതിലങ്ങനെ പോകാനായിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പം ഞാനായിട്ട് ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ നീ വരണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലപ്പോഴും. കാരണം അപ്പനായിട്ടിങ്ങനൊരു പേരുണ്ട്, ഒരു നിലയിൽ എത്താൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് നിനക്കും എത്താൻ സാധിക്കുമെന്ന് മൂത്ത 2 പേരോടും ഞാൻ പറയാറുണ്ട്. പിന്നെ അതല്ല, അവർക്കിപ്പം മെഡിസിനാണോ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ആണോ അല്ലെങ്കിൽ ഇനി വേറെ വല്ലതും ആണോ, ഓക്കെ, സന്തോഷം. അതിനകത്ത് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിക്ക് പോകാനായിട്ട് അനുവദിക്കും. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം,
മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം, സത്യജീവമാർഗമാണു ദൈവം.